കുറെ നാളുകൾ ഒരു അങ്ങാടി കാണുകയാണ്. ബാങ്കോങ്ങിലേക്ക് പറഞ്ഞാൽ 3 Idiots'ലൊക്കെ ഉള്ള ആ സ്ഥലം തന്നെ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ECG വരെ എടുത്തു. ഫെസിലിറ്റി ബ്ലഡ് ടെസ്റ്റ്. ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ഡയറക്ട്ലി ഓപ്പറേഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ്. കർദോങ്കലയില് ഐസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. ഏറ്റല്ലെങ്കിൽ ഞാനോ തങ്ങളോ ഒരാളെ ഉണ്ടാവുള്ളൂ. കർദോങ്കലയിൽ എന്താ കാണാനുള്ളത്? ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് 8ാം സുദിനം. നമ്മളിപ്പോൾ എന്നുള്ളത് ലേക്ക് എത്തിയിട്ടില്ല. ഉപ്സി വില്ലേജ് കേട്ടോ, ഉപ്സി വില്ലേജ്. ഇത് ഇവിടെയാണ് നമ്മൾ താമസിച്ച്. പിന്നെ മേലുള്ള എത്ര ഇനി 30-40 ലേക്ക് മിനിമം 200 കിലോമീറ്റർ ലേക്ക് നാളെ. നമ്മൾ പാങ്കോങ് ലേക്ക് പറഞ്ഞാൽ 3 Idiots'ലൊക്കെ ഉള്ള ആ സ്ഥലം തന്നെ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റല്ല. 200 കിലോമീറ്റർ. ചിലപ്പോൾ അതിന്റെ അടിയിലൊന്നും ഞാൻ ആർമി ക്യാമ്പ് കയറിട്ടാ. ഹാലത്ത് ബഹുത് ഖറാബ്. കഴിഞ്ഞിക്കണോ ഒരു സാധനം ഉള്ളിൽ ചെല്ലാൻ അപ്പത്തിന് ഉൾട്ടി വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ടി ദഹി തൈരും. നമ്മക്ക് കഞ്ഞി ചോറും തൈരും എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിയാലായി. അപ്പൊ അതൊന്നും തിന്നാൻ തോന്നണില്ല. അതാണ് സത്യാവസ്ഥ. ശരിക്ക് നിങ്ങൾ ഈ ലേലക്ക് വന്നിട്ട് ഇവിടെ കേൾക്കുമ്പോ എന്താ നിങ്ങളൊരു അവസ്ഥ എന്താണ് ഇപ്പോ? ശരിക്കും മറ്റേ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതം മുമ്പലും കഞ്ഞിയുള്ളൂ. എന്നാലും സെറ്റ് ആയല്ലോ അല്ലേ? ആവുമല്ലേ? അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതാണ് ആ മൈൻഡ്. ഇതാണ് കുത്തി കഴിഞ്ഞ് ഇറക്കി കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകൂലേ? അടുത്ത് പോകും അല്ലേ? സ്റ്റോപ്പിംഗ് ഇല്ലല്ലോ. അതാണ് നമ്മളെ സ്പിരിറ്റ്. ആ കൈ വല്ല പിടിക്കണ്ട. BP എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഈ ഇത് കണ്ടപ്പോഴേ ഏത് ക്യാമ്പ് എന്താ വെച്ച് ഏത് റെജിമെന്റാണോ ചോദിച്ചത്? ഇത് റെജിമെന്റല്ല, പക്ക മലയാളാണ്. ഇവിടെ എന്തേലും ഗ്ലൂക്കോസ് കയറ്റിയാൽ മതി. ഒന്ന് രക്ഷപ്പെടുത്തണ സാറേ. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ BP 1 ഹൈ 180 190 അങ്ങനെ കിടത്തി. ECG വരെ എടുത്തു. ഫെസിലിറ്റി ബ്ലഡ് ടെസ്റ്റ്. നമ്മൾ പിന്നെ കാണേണ്ട പോലെ മിലിറ്ററി നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് മുട്ടായിയാ. സത്യം പറഞ്ഞ ഒരു മലയാളി ആയിരുന്നു മെയിൻ. മൂപ്പര് നല്ല സഹായിച്ചുട്ടോ. ബിപിൻ സെബാസ്റ്റ്യൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. എന്തായാലും അടിപൊളിയായി നല്ല ട്രീറ്റ് ചെയ്തിട്ടാ. ഞങ്ങൾക്ക് 2 പേർക്ക് ചായ വേണോ വെച്ച്. ചായ വേണ്ട പറഞ്ഞു തന്നു ബിപിൻ സെബാസ്റ്റ്യൻ സാർക്ക് നന്ദി. അങ്ങനെ ഇന്ത്യൻ ആർമി ക്യാമ്പിന്റെ ഉള്ളിൽ ഒരു ഡിക്കാത്തലോൺ കണ്ടു കയറിയിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ ടൂൾസ് മാറ്റി. ഉള്ളിലൊരു കട്ടിയുള്ള സാധനം വാങ്ങി. ഫുൾ കോസ്റ്റ്യൂം ഷൂസ് ഇതാ നല്ല കിടിലം ബൂട്ട്സ് വാങ്ങി. ഫുഡിക്ക് ഇപ്പോഴാണ് ബുദ്ധി വെച്ചത്. സാധനം ഫുള്ള് വാങ്ങി. ചെരുപ്പൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഫുൾ സെറ്റായി. ഫുൾ ഓക്കെ അല്ലേ? ഫുൾ ഓക്കെ, ഡബിൾ ഓക്കെ. എപ്പോഴാ പർച്ചേസ് ഒക്കെ തീരുന്ന ഐഡിയ. ഇത് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ പോകണം. എന്നാ ഡൽഹിയിൽ എത്തുക? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പോവുക. എന്താ ആർമിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷം ഞങ്ങളൊരു ക്യൂട്ട് കഫേയിൽ കയറിയിട്ടാ. എനിക്ക് ഇഡ്ഡലിയാ പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല രസമുള്ള ഒരു 2 ആരെ തങ്ങളാണ് ഓർഡർ ചെയ്ത ആളൊക്കെ. നല്ല അടിപൊളി ഒരു ബൈക്ക് കാറിൻ്റെ ഒക്കെ ഒരു തീമിലാട്ടാ. ഫുള്ള് ടയറ് ബൈക്കിൻ്റെ കണ്ടില്ലേ, എന്താ പറയുക, സൈക്കിളിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. റേറ്റും കുറവാണ് പൊതുവെ കമ്പാരിറ്റീവ്ലി. കാക്കത ഫുഡിനായി വെയിറ്റിംഗ് ആണ്. തമിഴ്നാട് ഇഡ്ഡലി ദോശ. ഇതെന്താ മസാല ദോശ? എങ്ങനെയുണ്ട്? വിലയും കുറവാണോ തോന്നുന്നില്ല. ദോശ മസാല ജയില്. അങ്ങനെ നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ലഡാക്കിലേക്ക്
ഞങ്ങൾ ലഡാക്കിലേക്ക് ഇതാ പ്രവേശിക്കാൻ പോവുകയാണ്. വെൽക്കം ടു ലേ ഉത്ത് ലഡാക്ക് അല്ലേ? ബോർഡ് ലേ ഉത്ത് ലഡാക്ക്. എല്ലാരും കൈയടിച്ച് വരവേൽക്കുക. കുറെ നാളുകൾ ഒരു അങ്ങാടി കാണുകയാണ്. വെറും മലയും കുന്നും മാത്രം കണ്ട് 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 ഭ്രാന്ത് പിടിച്ച് ഒരവസ്ഥയിൽ. അപ്പൊ ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ഇട്ടാ ഡയറക്ട്ലി ഓപ്പറേഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഞങ്ങളത് ശ്രദ്ധിച്ച് എൽ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് ലഡാക്കിൽ റൂം എടുക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ മൊത്തം കൂടായി. നമ്മള് പാങ്കോങ്ങിലേക്കായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. എൻ്റെ ട്രിപ്പും മറ്റേ ആർമി ക്യാമ്പിൽ അഡ്മിറ്റ് ആവലൊക്കെ കൂടി ആയിട്ട് എല്ലാം താളം തെറ്റി. അപ്പം മിക്കവാറും ഒന്ന് ഇവർ ഇന്നെ ഇവിടെ റൂമിലാക്കിയിട്ട് കാർദുംഗ്ല പോവും. ഞാൻ പോകാൻ പറ്റിയൊരു സ്റ്റേജിലല്ല, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല. ബാക്കി ഫുള്ള് അജ്മൽ കൺട്രോൾ ചെയ്തിട്ടോ. ഞാൻ ക്യാമറ തവരാണ്ട് ഏൽപ്പിക്കും, ബാക്കി ഫുള്ള് വര്. തങ്ങളാ നമ്മൾ എടുക്കാൻ പോണേ സംഭവം ഫുഡീഷ് ഇല്ല. അവന് ചെറിയ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഞാനും തങ്ങളും സക്രിയാക്കിയും ഷബീറും ഡൽഹി അജ്മലും കൂടിയും പോവാണ്. അവരൊക്കെ ഇവിടെ കുത്തിർക്കുന്നുണ്ട്. ഏതായാലും പോയി നോക്കട്ടെ, ബാക്കിയുള്ള ഇവരെ അറിയിക്കാം. ലഡാക്ക് അങ്ങാടിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇതാണ് ബസ് സ്റ്റാൻഡ്. ലഡാക്ക് ബസ് സ്റ്റാൻഡ്. സംഭവം ഈ താടിക്കാക്ക നമ്മോട് കർദൂങ്കിലയില് ഐസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. ഏറ്റവും ഇല്ലെങ്കിൽ ഞാനോ തങ്ങളോ ഒരാളെ ഉണ്ടാവുള്ളൂ. കാർദുംഗലയിൽ എന്താ കാണാനുള്ളത്? അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. അതിനപ്പൊ പോണേ അവിടെ ഐസ് ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാഗ്യല്ലോ. നിങ്ങൾ പറഞ്ഞാ കൊണ്ടുപോണേ. നിങ്ങൾ അവിടുന്ന് പല വർത്താനം പറഞ്ഞാണ് ഞാൻ മാർക്കറ്റ് വാങ്ങി തരുമോ? നിങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി തരുന്ന ഐസിന് ഇപ്പൊ ഞങ്ങൾ കണ്ടുവരണം. ഐസ് കിട്ടിയില്ലേ? ഈ ചങ്ങായിക്ക് വിഷം തുടങ്ങി എന്തൊക്കെ മേടിക്കാൻ വേണ്ടി പോയിക്കാണ്. ആ പോണുണ്ടാവും. പക്ഷെ എന്ത് കഷ്ടമാണ്. അവിടെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്, എനിക്കറിയില്ല എന്താണെന്നൊന്നും പറയാനുള്ളത്. പിന്നെ ബുദ്ധിസ്റ്റ് എന്തോ സംഗതിയാണ്. അടിപൊളി സ്ഥലങ്ങളാണ്. ഭീകരവാദി വഴികളൊക്കെ പൊളിയാണ്. സക്രിയാക്ക മാരക റൂട്ടാണ്. പാസിലേക്ക് പോകുന്ന അടിപൊളി. അവിടെ പോയിട്ട് ഐസ് ഉണ്ടാവും എന്നൊക്കെ ഈ ചങ്ങായി പറയുന്നുണ്ട്. ആര് തങ്ങള് പറയുന്നുണ്ട് അവിടെ ഐസ് ഉണ്ടാവും എന്നൊക്കെ. ഈ ചങ്ങായി ഉണ്ടാവുമായിരിക്കും. ഇവിടെ എന്തോ ഒരു ബോർഡ് കാണുന്നുണ്ട്. എന്താ നിങ്ങളത്? ബോർഡർ റോഡ്. നമ്മളിതാ കർദൂങ്കല പാസ് എത്തി. തങ്ങള് പറഞ്ഞ മാതിരി ഇവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല, ഐസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് മോട്ടോറിംഗ് പാസ്. 17,982 ഫീറ്റ് ഹൈറ്റ്. ഇങ്ങനെ കാണുമ്പോഴൊക്കെ രസമുണ്ട്, പക്ഷെ ഐസില്ല. നമ്മൾ വന്നത് ഈ ഒരു ബോർഡ് ഫോട്ടോ എടുക്കാൻ. തങ്ങളോട് ഞാൻ ഐസില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടായപ്പോഴേ തങ്ങളൊരു ഐസുള്ള സ്ഥലം കാണിച്ചു നിങ്ങൾ. ഇവിടെ ഉണ്ട്, സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ. തങ്ങളെടുത്ത് പിന്നിക്കണേ. ഇവിടെ കുറച്ച് ഐസ് ഉണ്ട്. ഇതാ കാണുന്ന മലമലൊക്കെ ഉണ്ട്. ഇവിടെ 2-3 ദിവസം കൊണ്ടൊക്കെ എത്തുന്നാ പറയണത്. തങ്ങളെ സനത്താത്ത കാര്യമില്ലാതെ വിട്ടാ ഇറങ്ങിക്ക് സ്വീപ്പുണ്ടാക്കലേ. ഐസ് ഉണ്ട്. ശരിയാണേ. ഇതെന്താ ഉപ്പോ ഐസ് തണുപ്പൊന്നുമില്ലല്ലോ. ആ കാട്ടെടുത്ത് എന്റെ തലക്കറിയില്ലിട്ടാ. അപ്പൊ ഓക്കെ, നമ്മളെ ബൈ കാക്ക ഐസ് ഇല്ലാത്തോടത്ത് പോയിട്ട് ഐസ് ഉണ്ടാക്കി മിന്നാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഐസ് ഉണ്ട് ഈ ഏരിയയില്. കുട്ടിയെ എനിക്ക് വേണ്ടി അങ്ങനെ എടുക്കേണ്ടതാ. സാധനം പൊളിയാണ്.
ഇതൊന്നും ഇങ്ങനെ നിറഞ്ഞ ചക്കരയൊക്കെ എടുത്തു തന്നെ എറിഞ്ഞ് കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് ഐസ് ഇല്ല എന്ന് പറഞ്ഞു. ആ ഐസ് ഇവിടെ സാധനം നിന്നത് സ്നോഫോൾ ഇന്നലെ മിന്നാന്നൊക്കെ ഉണ്ട്. 2 ദിവസം കൊണ്ട് ഇവിടെ നിന്നാ പൊളിക്കും. ആ തങ്കപ്പൻ അറിയുന്ന പിന്നെ തൊള്ളേക്ക് കല്ലേക്ക്. ആ അതാണ് കളി. അജ്മൽ ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഡൽഹി അജ്മലാണ്. എന്താണ് സംഭവം? കുഴപ്പമില്ല. തങ്ങ കൊടുത്തിക്കണ ഞാൻ ക്യാമറ എന്തൊക്കെയാവാന്ന് എനിക്കറിയില്ല. അജ്മലെ ഇയാൾക്കൊന്ന് ഐസിന്റെ പൂതി എടുത്തോട്ടാണ്. പൂതി കല്ലറില്ലട്ടാ ഈ കൂടി കല്ലുണ്ടോക്ക് സംഭവം വിളിച്ചു മതി. ഇനി മുതലേ പോവാ തങ്ങളാ. കിട്ടിയ തീരുമാനമില്ല. ഇത് പോരാ നിങ്ങൾക്കുള്ള അയക്കണേ. ഇനി നമുക്ക് പെയ്യണ വരെ നമുക്ക് വിടക്കാം. അങ്ങനെ കാർദുംഗ്ല പാസ് എനിക്ക് മിസ്സായി. ഞാൻ ക്യാമറ ഇവരെടുത്ത് കൊടുത്ത് വിടുക ചെയ്തത്. വൈകുന്നേരം വരെ വന്നപ്പോഴേക്കും വീണ്ടും നല്ല പനി അനിച്ചു. പനിയും ലൂസ് മോഷനാണെങ്കിൽ നിൽക്കാത്തതൊക്കെ കൂടി ആയിട്ട് ആകെ ടയേർഡായിപ്പോയി. ചുമ വേറെ, ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം. സത്യം പറഞ്ഞാൽ ആകെ ടയേർഡാണ്. ഫുൾ ടയേർഡ്. റെഡി ആയിട്ടില്ല. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ് ആവതുണ്ടെങ്കിൽ വീഡിയോമേ വരും. ടിൽ ദെൻ ദിസ് ഈസ് ബുട്ടിഷ സൈനിങ് ഓഫ്. വെയ്യട്ടാ.